അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വന്ന ഒരു വിദേശ ചക്രവർത്തി. നമ്മൾ ഇപ്പോഴും ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. ഇവിടേക്ക് വന്ന മുഗൾ വംശത്തിലെ പെട്ട രാജാക്കന്മാർ, അവരെയും നമ്മൾ വളരെ മഹത്തരമായിട്ട്, കാരണം നമ്മുടെ പാഠ്യപദ്ധതിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ മുഗൾ വംശത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്മാരുടെ കാലത്ത്, അല്ലെങ്കിൽ മറ്റ് പൃഥ്വിരാജ് ചൗഹാനെ പോലുള്ള രാജാക്കന്മാർ, അപ്പോൾ ഹൈന്ദവ രാജാക്കന്മാർ, രാജവംശം, ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നമ്മളെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ അധികാരികൾ, പ്രത്യേകിച്ച് ഭരിച്ചവർ, ശ്രമിച്ചോ? തീർച്ചയായിട്ടും. കുഞ്ഞിലെ പഠിക്കുമ്പോൾ നമുക്കും അത് രജിസ്റ്റേർഡ് ആവുന്നില്ല. നമ്മളും അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു തന്നെ എഴുതി തന്നെയാണ് പഠിച്ചു വന്നിരിക്കുന്നത്. മാർക്ക് കിട്ടണമെങ്കിൽ അവർ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിക്കുന്നല്ലോ. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ രാജാക്കന്മാരെ തോപ്പിച്ച് തിരിച്ചോടിപ്പോയൊരു മഹാനാണ് നമ്മുടെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് ഇങ്ങനെ പറയണം. ദി ഗ്രേറ്റ് എന്ന് ഇന്ത്യക്കാരാണ് അദ്ദേഹത്തെ തോപ്പിച്ച് വിട്ടത്. അദ്ദേഹത്തിന് നമ്മളുടെ ഗജ സൈന്യത്തിനോടൊപ്പം ഇന്നും മത്സരിക്കാൻ അവർക്ക് പറ്റാഞ്ഞ് അവർ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്, പോറസ് എന്ന് പറയുന്ന രാജാവിനെതിരെയായിട്ട്. അപ്പം നമ്മളുടെ ഗജ സൈന്യം എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. ഗജങ്ങൾ മാത്രം, ആനകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സൈന്യത്തിനെ കണ്ടിട്ടും കൂടിയില്ല. ആ സമയത്ത് പോലും 6 ലക്ഷം പേര് ഉള്ള ഒരു സൈന്യം ഇന്ത്യയിൽ ഒരു രാജാവിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ പവറിനെ കുറിച്ച് ആലോചിക്കുന്നത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെ അതിനുശേഷം രാജ്യം ഭരിക്കാൻ എത്തിയ കോൺഗ്രസ് ആണല്ലോ പിന്നെ അധികാരത്തിൽ രാജ്യം സ്വതന്ത്രമായിട്ട് വന്നത്. അവരാരും തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി വേണ്ടതുപോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഒരു അടിമ മനസ്സിലേക്ക്, അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നമ്മൾ തോൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കുത്തിവയ്ക്കുകയല്ലേ ചെയ്ത്. ഇനി ആരെങ്കിലും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എഴുതേണ്ടതായ ഒരു വഴിയുണ്ട് അല്ലേ? സത്യം എഴുതാം, പക്ഷെ ഗ്രേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മളെ തോപ്പിച്ചു എന്ന് പറഞ്ഞാലും ഹിസ്റ്ററി തന്നെയല്ലേ. സിനുജി, ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. 1972 ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ 25ാം വാർഷികം വന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഒരു ടൈം ക്യാപ്സ്യൂള് റെഡ് ഫോർട്ടിനടുത്ത്, അതായത് വലിയ തകിടിൻ്റെ പാളികളിൽ എഴുതി നമ്മുടെ ചരിത്രം മുഴുവൻ, ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ എഴുതി, അതിന് ടൈം ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കാലപത്രിക എന്ന് ഹിന്ദിയിലും പറയും. അത് ഉണ്ടാക്കി വലിയ ട്യൂബിലാക്കി ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. 6 മീറ്റർ താഴത്തിൽ കുഴിച്ചിട്ടു. ഭൂകമ്പം വന്നാലും ഒന്നും വന്നാലും അത് നശിപ്പിക്കപ്പെടാത്ത വിധത്തിൽ 1000 കൊല്ലം കഴിഞ്ഞിട്ട് അതെടുക്കാവൂന്നും പറഞ്ഞ് എഴുതിയ ആൾക്കാർക്ക് പോലും അറിയില്ല, എന്താ പുറത്തേക്ക് പറയാൻ അവകാശമില്ല എന്താണ് എഴുതിയിരിക്കുന്നത്. ഗവൺമെൻറ്റും മിണ്ടുന്നില്ല. നമ്മളുടെ തലമുറകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രം എഴുതി വച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അടിയന്തരാവസ്ഥ, പിന്നെ ആർക്കും മിണ്ടാൻ പറ്റില്ല. മിണ്ടിയാൽ നമ്മുടെ തലയില്ല, കൈയില്ല, കാലില്ല, അങ്ങനെ. അത് കഴിഞ്ഞ് മൊറാർജി ദേശായിയുടെ ഭരണം വന്നു. ഇന്ദിരാഗാന്ധിയെ സുപ്രീം കോർട്ട് അവരുടെ ഇലക്ഷൻ അസാധുവാണെന്ന് പറഞ്ഞപ്പോൾ മൊറാർജി ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു അത് പുറത്തെടുക്കുക, കാലപത്രിക പുറത്തെടുക്കുക എന്ന് പറഞ്ഞു. കാലപത്രിക വേഗം പുറത്തെടുത്തു. അപ്പം അതിലെന്താ എഴുതിയിരിക്കുന്നത്? അതാണ് ചോദ്യം. സിനുജി പറയൂ, എന്താണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആരൊക്കെയാണ് ഈ നവഭാരതം സൃഷ്ടിച്ചത്? പറയൂ. എനിക്കറിയില്ല. അറിയില്ലേ? നവഭാരതം സൃഷ്ടിച്ചത് അച്ഛനും മോളും കൂടെ. അങ്ങനെയാണോ? ഒരു അച്ഛനും ഒരു മകളും. മറ്റൊരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞൊരു സംഹിതയുണ്ട്. ആ അച്ഛനും മകളും കൂടിയാണ് ഭാരതം സൃഷ്ടിച്ചത്. ഈ ഭാരതത്തിൽ ഇത്രയും വലിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധങ്ങളും, എത്രയോ പേര് കൊല്ലപ്പെട്ടു, എത്രയോ പേരെ തൂക്കിക്കൊന്നു, എത്രയോ പേരെ നാട് കടത്തി, എത്രയോ പേർക്ക് കുടുംബമില്ലാണ്ടായിപ്പോയി, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കി ഒക്കെ കഴിഞ്ഞിട്ട് അതിൽ ഗാന്ധിജിയുടെ പേരില്ല. രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ ഇന്നും പഠിക്കുന്ന, നമ്മൾ കരുതുന്ന, നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആ ഇതിലില്ല, ടൈം ക്യാപ്സ്യൂളിലില്ല, കാലപത്രികയിലില്ല. ഈ കുഞ്ഞായിരുന്ന ഇന്ദിരയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുത്തു എന്ന് തന്നെ ഞാൻ പറയും. രാഷ്ട്രത്തിനെ ഒറ്റിക്കൊടുത്ത അച്ഛനും കൂടെയാണ് നമ്മളുടെ ഭാരതം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അത് അന്ന് മൊറാർജി ദേശായി അധികാരത്തിൽ ഉടനെ വന്ന് തുറന്നു നോക്കിയില്ലായിരുന്നു എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം 1000 കൊല്ലം കഴിഞ്ഞിട്ട് തുറക്കാവുന്നതാണ് പറഞ്ഞിരുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല. അവരെന്ത് വിചാരിച്ചതിനെ ഇന്ദിരാ ദി ഗ്രേറ്റ്, ജവഹർലാൽ ദി ഗ്രേറ്റ് എന്ന് വിചാരിച്ചേനല്ലേ. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിക്കാണെങ്കിലും ജവഹർലാൽ നെഹ്റുവിനാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് ശേഷമേ എല്ലാം ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കൂ. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, ഇവർക്ക് ശേഷം പ്രളയം. പക്ഷേ പ്രളയമൊന്നും വന്നില്ല കേട്ടോ.
അപ്പോൾ 1941 അത് 40-ലോ എന്തായാലും അടുത്ത സമയത്ത് മുസ്ലിം ലീഗ് ഒരു പ്രമേയം കൊണ്ടുവന്നു, ഭാരതത്തെ വിഭജിക്കണം, ഹിന്ദുസ്ഥാനെ വിഭജിക്കണം എന്ന് കൊണ്ടുവന്നു. ഉടനെ തൊട്ടടുത്ത മാസങ്ങളിൽ കോൺഗ്രസ് പ്രമേയം പാസാക്കി അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയല്ല, ഭാരതമല്ല, ഹിന്ദുസ്ഥാൻ, അതാണ് നമ്മൾക്ക് വേണ്ടത്. അഖണ്ഡ ഹിന്ദുസ്ഥാൻ, അതായത് പാകിസ്ഥാൻ, നമ്മളുടെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങൾ എല്ലാം ചേർന്ന് നേപ്പാൾ, ഭൂട്ടാൻ ഉൾപ്പെടെയൊക്കെ നമ്മുടെ ഭാഗമായിരുന്നു കേട്ടോ. നമ്മൾ വിട്ടുകൊടുത്താണ്. ഭൂട്ടാൻ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് അസ്, വിട്ടുകൊടുത്തു. അഖണ്ഡ ഹിന്ദുസ്ഥാൻ എന്ന പ്രമേയം പാസ്സാക്കി. അത് കഴിഞ്ഞ് 1947 ഒരു ജൂണൊക്കെ ആയപ്പോൾ നമ്മളുടെ ജവഹർലാൽ നെഹ്റുവിന് മനസ്സിലായി, ഈ ഇപ്പോൾ ടൈം ക്യാപ്സ്യൂളിലെ ദി ഗ്രേറ്റിന് മനസ്സിലായി അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാൻ ചാൻസ് ഇല്ല, ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് ജിന്നയാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, നമുക്ക് അഖണ്ഡ ഹിന്ദുസ്ഥാൻ വേണ്ട, ഡിവൈഡ് ചെയ്ത് പോകട്ടെ എന്ന്. അപ്പം ഈ അച്ഛനും മകളും ഒരൊറ്റ ആൾക്കാർ കാണാൻ നമ്മളുടെ ഭാരതത്തിന് ഹിന്ദുസ്ഥാൻ എന്നുള്ള ആ വാക്ക് പോലും നമ്മളിൽ നിന്ന് മാറ്റി ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒന്നൊരു, അവർക്ക് പറയാൻ സൗകര്യം ഇന്ത്യ എന്നായിരുന്നു. അവർ കൊച്ചി എന്ന് പറഞ്ഞിരുന്നില്ല, അവർക്ക് എറണാകുളം എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. എറണാകുളമാണ് ജില്ല. കേരൾ എന്നൊക്കെയാണ് പറയുന്നത്. കേരളം, മലയാളം എന്നൊന്നും അവരുടെ നാക്കിൽ വഴങ്ങില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് സൗകര്യം പോലെ ഓരോന്നും ശരിയാക്കി. ഇപ്പം നമ്മളെല്ലാം ബോംബെ എന്നുള്ളത് മുംബൈ ആക്കി, കൊൽക്കത്തയാക്കി, അങ്ങനെ നമ്മളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരൊറ്റയാളുടെ പിടിവാശിയിലാണ് ഗാന്ധിജിയെ പോലും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടാണ് ഈ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാക്കിയത്. പലരും പറഞ്ഞത് പട്ടേൽജി ആവണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. അദ്ദേഹത്തിനാണ് കൂടുതൽ വോട്ടും കിട്ടിയത്. പക്ഷെ അവസാനം എങ്ങനെ നമ്മളുടെ ദി ഗ്രേറ്റ് അപ്പൻ ആയി? ചേച്ചി, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഈ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആര് പ്രധാനമന്ത്രി ആകണമെന്ന ചർച്ചയിൽ വന്നപ്പോൾ ഒരാൾ പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് പിന്തുണയ്ക്കാത്ത വ്യക്തി ജവഹർലാൽ നെഹ്റു. പക്ഷേ ആത്യന്തികമായിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഒറ്റ പിന്തുണ ജവഹർലാൽ നെഹ്റുവിനെ ആക്കണം. അല്ലെങ്കിൽ ഈ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആകില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ചേച്ചി പറയുന്നതനുസരിച്ച് ആ ജവഹർലാൽ നെഹ്റുവും മകളായി ഇന്ദിരാഗാന്ധി മാത്രമാണ് ഇവിടെ രാജ്യത്തെ സൃഷ്ടിച്ചത്. അവർക്ക് ശേഷം പ്രളയം, എത്ര വിരോധാഭാസം അല്ലേ. ഗാന്ധിജി, അതാണ് ഞാൻ സുനിലയുടെ അതും ചോദിച്ചത്, ആരുടെ പേരായിരിക്കും ആദ്യം? നമ്മളൊക്കെ പ്രതീക്ഷിക്കും അദ്ദേഹത്തിന് തന്നെ ഒരു മാന്യസ്ഥാനം കൊടുക്കാൻ ഗാന്ധിജിയാണ് കാരണമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് എന്തായാലും മെൻഷൻ ചെയ്യും. സുഭാഷ് ചന്ദ്രബോസ് പോട്ടെ, പട്ടേൽ പോട്ടെ, എല്ലാവരും പോകട്ടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ പേര് അതിലുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുമോ ആദ്യത്തെ പേരായിട്ട്? അപ്പോൾ ഈ അപ്പൻ്റെ ഗ്രേറ്റും മകളുടെ ഗ്രേറ്റും കൂടെ ചേർന്ന് ബാക്കി എല്ലാവരെയും വെട്ടിനിരക്കി. ഇങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ തിരുത്തി എഴുതണം. നമ്മളുടെ രാജാക്കന്മാർക്ക് നമ്മളുടെ രാജ്യം ഒന്നിനും പുറകെ ആയിരുന്നില്ല, നമ്മൾ ഭീരുക്കളായിരുന്നില്ല. നമ്മളുടെ എല്ലാ ദേവതമാരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ശംഖ്, ചക്രം, ഒരാളെ കൊന്നിട്ട് തിരിച്ച് അയൽത്തു, ഗദ അല്ലേ, അതെ, പത്മം അതിൻ്റേത്. അപ്പോൾ ശംഖും പത്മവും കഴിഞ്ഞാൽ ഗദയും ചക്രവും താമരയും ഇതും കഴിഞ്ഞാൽ ഇല്ല. ദേവിയുടെ കയ്യിൽ എന്താ ഉള്ളത്? ദൈവത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ. എൻ്റെ ദൈവങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞത് നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം, ജയിക്കണം എന്നാ പറഞ്ഞേക്കുന്ന രാജ്യത്തിൽ ജയിച്ച നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ട് ആയുധപൂജ ചെയ്യുന്നില്ല? ആലോചിച്ചിട്ട്. ഇപ്പം കഴിഞ്ഞോളൂ നവരാത്രി നമ്മളെല്ലാവരും വച്ചു, ആയുധപൂജ നമ്മൾ ചെയ്തോ? ആയുധപൂജ പണ്ടേ നമുക്ക് ഉണ്ടായിരുന്നതല്ല. ആയുധപൂജ മാത്രം ഇല്ല. കാരണം നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളാണ്. നമ്മൾ ആയുധങ്ങളിൽ നിന്നൊക്കെ മാറി അക്രമത്തിന്റെ പാത പിന്തുടരുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ, അല്ലേ? അതെ. പക്ഷെ അങ്ങനെയല്ല. ഭാരതത്തിനൊരു ചരിത്രമുണ്ട്, നമ്മൾക്ക് തലയുയർത്തി നിൽക്കുന്ന ചരിത്രം തന്നെയാണുള്ളത്. ഈ ടൈം ക്യാപ്സ്യൂളിൽ തിരുത്തി എഴുതിയിട്ട് നമ്മളുടെ ഗവൺമെൻറ്, NDA ഗവൺമെൻറ്, BJP ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ആ ടൈം ക്യാപ്സ്യൂൾ മാറ്റി എഴുതി അർഹതപ്പെട്ട എല്ലാവർക്കും, എല്ലാ പഴയ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അർഹമായ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ടൈം ക്യാപ്സ്യൂൾ തിരിച്ച് ഭൂമിക്കടിയിലേക്ക് നിക്ഷേപിച്ചിട്ടേ പോകാവൂ എന്ന് തന്നെയാണ് എല്ലാ സത്യസന്ധരായ ഹിന്ദുസ്ഥാനികളും
വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു മല്ല ഹിന്ദുസ്ഥാനും ഇങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്നതുകൊണ്ട് ഞാനൊരു ഇതായിട്ട് പറഞ്ഞു, ക്ലാസ് ഒപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് സത്യമായ ചരിത്രം ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ച സ്ഥലമാണിത്. അലക്സാണ്ടർ ദി ഗ്രേറ്റേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അശോക ചക്രവർത്തി അല്ലേ? നമ്മുടെ എത്ര മതങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ബുദ്ധമതം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട എല്ലാത്തിനും ഉൾക്കൊണ്ട് എല്ലാ സംസ്കാരങ്ങൾക്കും ഇവിടെ ഈവൻ ഓടി വന്ന ജ്യൂസിന് വരെ ജ്യൂസ് സ്ട്രീറ്റ് തന്നെ ഇവിടെ മട്ടാഞ്ചേരിയിലുണ്ട്. പോർച്ചുഗീസുകാർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കച്ചവടത്തിന് വേണ്ടി. അവരിവിടെ വന്ന് താമസിച്ച് നമുക്ക് അവർക്ക് വേണ്ട ആദരവ് കൊടുത്തിട്ടുണ്ട്. സെയിൻറ്റ് തോമസ് വന്നു. സെയിൻറ്റ് തോമസിന് നമ്മളിവിടെ മുസ്ലിസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരാണ് പള്ളി കൊടുത്ത് താമസിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു ഗ്രേറ്റസ്റ്റ് മനസ്സെങ്കിലും നമുക്കുണ്ടെന്ന് നമ്മൾ സമ്മതിക്കണ്ടേ? അപ്പോൾ നമ്മളുടെ ചരിത്രം കൃത്യമായിട്ടും പക്വമായിട്ടും വിശദമായിട്ടും പഠിച്ച് എഴുതുവാനായിട്ട് മോഡിജി സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എല്ലാ ഭാരതീയനും വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.